നോക്കൂ, ഈ വിഷയത്തിൽ വല്ലാത്തൊരു ഷോക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാനതിനെ ഇരട്ട ഷോക്ക് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പാണ് ചിഞ്ചുറാണിയുടെ ആ ബൈറ്റ് പൂർണ്ണമായിട്ടും ഞാൻ കേട്ടത്. എത്ര നിർവികാരമായ, എത്ര ഇൻസെൻസിറ്റീവായ, എത്ര വകതിരിവില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മന്ത്രി ചിഞ്ചുറാണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ ആദ്യം അത് പറഞ്ഞു തുടങ്ങാം. എന്താണ് ചിഞ്ചുറാണി പറഞ്ഞത്? പറഞ്ഞതിലൊരു ഭാഗം ഇങ്ങനെയാണ്: കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പന്തുകൊണ്ടുള്ള കളിയല്ലേ? ആ പന്തുകൊണ്ടുള്ള കളിയല്ല, ചെരുപ്പ് കൊണ്ടുള്ള കളിയായിരുന്നില്ലേ? കളിച്ച് ചെരുപ്പ് ഷെഡിൻ്റെ മുകളിൽ ചെന്ന് വീണു. ചെരുപ്പെടുക്കാൻ ചെന്നപ്പോൾ കമ്പിയിൽ പിടിച്ചു വീണു. കുട്ടി മരിച്ചുപോയി. അധ്യാപകരുടെ ഒന്നും കുറ്റമല്ലല്ലോ. ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആപത്കരങ്ങളായ സംഭവങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ. സഹപാഠികൾ കയറരുത് എന്ന് പറഞ്ഞിട്ടും കുട്ടി അവിടെ വലിഞ്ഞ് കയറി. അധ്യാപകരുടെ കുഴപ്പമല്ലല്ലോ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. നോക്കൂ, ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ചുരുങ്ങിയത് ഇന്നത്തെ ദിവസമെങ്കിലും, അതല്ല ഒരു ദിവസം പോലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ചിഞ്ചുറാണി പറഞ്ഞത് അത്യന്തം അപലപനീയമായൊരു പ്രസ്താവനയാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരം ആപത്കരങ്ങളായ സംഭവങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് നമ്മൾക്കറിയണമെന്നില്ലല്ലോ എന്നാണ്. ഇത് പിന്നെ ആരാ അറിയേണ്ടത്? ഇതാരാ അറിയേണ്ടത്? CPM-ൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ് പൂർണ്ണമായും, ഞാനത് അന്വേഷിച്ചു, ആ സ്കൂളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറയാം. ആ മാനേജ്മെൻറ്റ് ഈ കമ്പി താഴ്ന്നു കിടക്കുന്നുവെന്നും ഷെഡിൻ്റെ മുകളിൽ അപകടകരമായ നിലയിലാണ് അതൊന്നും അറിയേണ്ടതല്ലേ? മന്ത്രി ചിഞ്ചുറാണി പറയുന്നു ഇത്തരം ആപത്കരങ്ങളായ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത് നമ്മൾ അറിയണമെന്നില്ലല്ലോ. അറിയണമെന്നുണ്ട് സാർ. അതിനുവേണ്ടിയാണ് 13-ാം തീയതി നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ മെയ് 13-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു സർക്കുലർ ഇറക്കുന്നത്. ആ സർക്കുലറിലെ 9-ാമത്തെ ഭാഗത്ത് വളരെ കൃത്യമായി തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് യഥാർത്ഥത്തിൽ മന്ത്രിയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റും കാണാതെ പോയത്. എന്താണ് പറയുന്നത്? സ്കൂളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുള്ള വൈദ്യുതി പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേവെയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടകരമാം വിധം കാണുകയാണെങ്കിൽ ആയത് ബന്ധപ്പെട്ട KSEB അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇതറിയേണ്ടതല്ലേ? അതാണ് ചോദ്യം. ഒന്നുകിൽ മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് ഒരു കുന്തവും അറിയില്ല. ഞാൻ ചിഞ്ചുറാണി മിനിസ്റ്ററുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ മിനിമം മൗനം പാലിക്കാനെങ്കിലും ഇന്നത്തെ ദിവസമെങ്കിലും മൗനം പാലിക്കാൻ മന്ത്രി തയ്യാറാക്കേണ്ടിയിരുന്നു. എന്നിട്ട് പറയാണ് ആ കുഞ്ഞ് വലിഞ്ഞു കയറിയത് കൂട്ടുകാരുടെ ഉപദേശം കേൾക്കാതെയല്ലേ എന്ന്. അവിടെ രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നത്, 8:30 കുട്ടിയും മറ്റു കുട്ടികളും അവിടെ എത്തും. നമ്മളൊക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പോയി മൈതാനങ്ങളിൽ കളിച്ചിട്ടൊക്കെ തന്നെയാണ് ക്ലാസ്സിന് പോയിരുന്നത്. അല്ലാതെ സ്പെഷ്യൽ ട്യൂഷനിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വീട് എന്ന കൂട്ടിൽ നിന്ന് സ്കൂൾ ബസ് എന്ന കൂട്ടിലേക്കും, സ്കൂൾ ബസ് എന്ന കൂട്ടിൽ നിന്ന് ക്ലാസ് മുറി എന്ന കൂട്ടിലേക്കും പോയി ജീവിക്കുന്ന കുട്ടികളല്ല മിനിസ്റ്റർ. പകരം അവിടെ നമ്മൾ ഇതേപോലെ മൈതാനങ്ങളിൽ കളിച്ചൊക്കെ വളർന്ന കുട്ടികളാണ്. കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ്റെ ചെരുപ്പ് ഫുട്ബോളിന് പകരം മുകളിലേക്ക് തെറിച്ചുപോയി. ഏതോ ഒരു ഷോട്ട് എടുത്തതാണ് അവൻ. അപ്പോൾ ആ ചെരുപ്പ് മുകളിലേക്ക് തെറിച്ചു പോയപ്പോൾ കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാൻ വേണ്ടി മുകളിൽ കയറിയ മിഥുൻ എന്താണ് അവൻ നമുക്ക് നൽകുന്ന സന്ദേശം കൂടി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. മിനിസ്റ്റർ ആലോചിക്കാതെ പോയി. അവൻ്റെ ചെരുപ്പെടുക്കാനല്ല അവൻ കയറിയത്, അവൻ്റെ കൂട്ടുകാരൻ്റെ ചെരുപ്പെടുത്ത് കൊടുക്കാൻ പോയതാ. ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്വകാര്യ ഇൻ്റർനാഷണൽ സ്കൂളുകളിലെ ഈ പറയുന്ന ബോൺസായി ക്ലാസ്സുകളിൽ കാണാൻ പറ്റുമോ? ഇതേപോലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ അല്പമെങ്കിലും നിലനിൽക്കുന്നൊരു മേന്മ എന്ന് പറയുന്നത്, ഒരു ഗുണം എന്ന് പറയുന്നത്, അവനൊരു പക്ഷേ എല്ലാ വിഷയങ്ങൾക്കും A+ ഒന്നും വാങ്ങുന്നവനായിരിക്കില്ല. അവനൊരു പക്ഷേ നാളെ നീറ്റ് എൻട്രൻസ് പരീക്ഷയിൽ 1-ാം റാങ്ക് കിട്ടണമെന്ന് നിർബന്ധവും ഉണ്ടാവില്ല. അവനൊരു പക്ഷേ നിങ്ങളുടെ വടിവത്ത ഇംഗ്ലീഷ് ഭാഷ അനായാസം സംസാരിച്ച് നിങ്ങളെ വിസ്മയിപ്പിക്കാൻ കഴിയുന്നവരുമാവില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ചെരുപ്പൊന്ന് മുകളിൽ പോയാൽ അവന് വേണ്ടി എടുക്കാൻ കയറാൻ ചിലപ്പോൾ അവന് പറ്റിയെന്നിരിക്കും. അങ്ങനെയുള്ള മനസ്സ് അവൻ കാണിച്ചെന്നിരിക്കും. അങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സിനെ ബഹുമാനപ്പെട്ട മന്ത്രി ഇകഴ്ത്തി സംസാരിക്കരുത്. ആ കുട്ടിക്കാണ് ഒടുവിൽ ഉത്തരവാദിത്വം അത്രേ. എന്നിട്ട് പറയുക അധ്യാപകർക്കൊന്നും ഇതിന് കുറ്റമില്ല. പിന്നെ ആർക്കാണ് സർ ഉത്തരവാദിത്വം? അതുകൊണ്ടല്ലേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സുരക്ഷാ സമിതിയുടെ റിപ്പോർട്ടുണ്ടല്ലോ. 7-ാം തീയതി, ജൂലൈ മാസം 7-ാം തീയതി ഈ സ്കൂളിലൊരു സുരക്ഷാ സമിതി യോഗം നടന്നിരുന്നു. ആ സുരക്ഷാ സമിതി യോഗത്തിൽ അവിടുത്തെ അധ്യാപകർ പങ്കെടുത്തിരുന്നു. KSEB ഉദ്യോഗസ്ഥനായ അനീസ് പങ്കെടുത്തിരുന്നു. അതായത് ജൂലൈ മാസം 7-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു അവലോകന യോഗം, സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച് തുടങ്ങുന്ന സമയത്ത്, സ്കൂൾ പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ സുരക്ഷാ സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജൂലൈ മാസം 7-ാം തീയതി നടത്തിയ യോഗം, ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ മിനിറ്റ്സിൽ KSEB-യുടെ സബ് എഞ്ചിനീയർ അനീസ് പങ്കെടുത്തിട്ടുണ്ട്. ആ മിനിറ്റ്സ് യോഗത്തിൽ ഒരിടത്തു പോലും ഈ പറയുന്ന കേബിളിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. അത് അത്യന്തം അപകടകരമാണെന്നും അതുടനെ മാറ്റണമെന്നും അവിടെ ഒരാൾ പോലും പറഞ്ഞതായ മിനിറ്റ്സിലില്ല.
അവിടെയാണ് ഈ അധ്യാപകർക്ക് അതിന് ഉത്തരവാദിത്വമില്ലേ, മാനേജ്മെന്റിന് അതിന് ഉത്തരവാദിത്വമില്ലേ? ഇനി നമുക്ക് ആ മാനേജ്മെന്റിലേക്ക് വരാം. ആരുടെയൊക്കെയാണ് ഇതിനകത്ത്? അപ്പോൾ അതുകൊണ്ട് മിനിസ്റ്റർ ചിഞ്ചുറാണി ഈ പറഞ്ഞ വാചകം അത്യന്തം അപലീപനമാണ്. അവർ ആ വാക്ക് പിൻവലിച്ചു മാപ്പ് പറയണം കേരളത്തിലെ പൊതുസമൂഹത്തോട്. അത് കഴിഞ്ഞതിന് ശേഷം CPIയുടെ വനിതാ സംഗമത്തിൽ തൃപ്പൂണിത്തുറയിൽ സൂംബ ഡാൻസ് കളിക്കുകയാണ് ഈ മന്ത്രി. അതിന് കുഞ്ഞിൻ്റെ വിവരം അറിഞ്ഞതിനു ശേഷം സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു പരിപാടിയിൽ, അതും വിദ്യാഭ്യാസ വകുപ്പിനെ പിന്തുണച്ചുകൊണ്ടുള്ള സൂംബ ഡാൻസ് കളിക്കാൻ കഴിയുക? വക്കയുടെ പേരിൽ നല്ല താളത്തിനൊത്തു നിന്ന് തുള്ളുകയാണ് മന്ത്രി ചിഞ്ചുറാണി. അത്യന്തം അപലപനീയമാണ്, വളരെ ഇൻസെൻസിറ്റീവാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ മറ്റൊരു മന്ത്രി പറഞ്ഞതാണ് നമുക്ക് ആവർത്തിക്കാനുള്ളത്, വകതിരിവ് എന്നൊരു സാധനമുണ്ട് എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത്യന്തം അപലപനീയമായിരുന്നു മന്ത്രി ചിഞ്ചുറാണിയുടെ പ്രതികരണവും ഇന്നത്തെ പെർഫോമൻസും. ഇനി സ്കൂളിനെ കുറിച്ച് പറയാം. സ്കൂള് CPMന്റെ പൂർണ്ണമായിട്ടുള്ള മാനേജ്മെൻറ്റ് നിയന്ത്രണത്തിലുള്ള സ്കൂൾ തന്നെയാണ്. കാരണം ഈ സ്കൂളിനൊരു ചരിത്രമുണ്ട്. പണ്ടത്തെ MLA ആയിരുന്ന CP കരുണാകരൻ പിള്ള CPIMന്റെ സംസ്ഥാന സമിതി അംഗമാണ്. CITUവിൻ്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. കുടുംബമൊന്നുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു CP കരുണാകരൻ പിള്ളയുടേത്. കൊല്ലത്ത് CP കരുണാകരൻ പിള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവർക്കും അത്രയും ബഹുമാനമുണ്ട്. കറകളഞ്ഞ സഖാവായിരുന്നു CP കരുണാകരൻ പിള്ള. CP കരുണാകരൻ പിള്ളയ്ക്ക് കിട്ടിയ ഒരു ഭൂമി CP കരുണാകരൻ പിള്ള മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂളിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ആ സ്കൂളിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം CPയുടെ നിയന്ത്രണത്തിലൊരു ട്രസ്റ്റിലായിരുന്നു, അഥവാ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു CP ഇത് നിയന്ത്രിച്ചിരുന്നത്. CP കരുണാകരൻ പിള്ളയുടെ സ്കൂള് CP കരുണാകരൻ പിള്ള മരിച്ചതിന് ശേഷം 2005 ശേഷമാണെന്ന് തോന്നുന്നു അത് പൂർണ്ണമായിട്ടും പാർട്ടി ഏറ്റെടുക്കുന്നു. പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ജനകീയ സമിതി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അതിലും ഉള്ളതിൽ ഞാൻ മനസ്സിലാക്കുന്നത് 100% അംഗങ്ങളും LC അംഗങ്ങളും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുമാണ്. കാര്യം ഇത് പൂർണ്ണമായും പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂൾ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിൽ നിർത്തി മാനേജ്മെന്റിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. എന്താ കാരണം? ആ മാനേജ്മെന്റിന് ഇതിന് ഉത്തരവാദിത്വമുണ്ട്. അവിടുത്തെ ടോയ്ലറ്റുകൾ നോക്കിയിട്ടുണ്ടോ? അവിടുത്തെ ക്ലാസ് മുറികൾ നോക്കിയിട്ടുണ്ടോ? എത്ര ശോചനീയമാണെന്നറിയാമോ അവിടുത്തെ അവസ്ഥ? അവിടെ ആരും ചോദിക്കാനും പറയാനുമില്ലേ. മോഡൽ ബോയ്സ് സ്കൂൾ എന്ന് തേവലക്കര ബോയ്സ് സ്കൂൾ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലാണ് ആളുകൾ അതിനെ കാണുന്നത്. പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന, ആ അതിദരിദ്രരായ കുട്ടികൾ പഠിക്കുന്ന, കൂലിപ്പണിക്കാരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ. ആരാ ചോദിക്കുക? അവിടെ അഡ്മിഷൻ കിട്ടി, കുട്ടികൾ പഠിക്കുന്നു, തിരിച്ചു വരുന്നു, അവരവരുടെ വഴിക്ക് പോകുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വവും ഫിക്സ് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം നിലവിൽ ഈ സംവിധാനത്തിലെ മാനേജ്മെൻറ്റിനാണ്. ആ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിലെ തമ്മിലിടിയൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർച്ചയില്ലാതെ ഈ സ്കൂളിൻ്റെ നിയന്ത്രണത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ കുത്തഴിഞ്ഞൊരു മാനേജ്മെൻറ്റാണ്. അവിടുത്തെ ഹെഡ് മിസ്റ്റേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ദയനീയ പരാജയം ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വമില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും ആരും കേൾക്കാത്ത സംവിധാനമാണ് അവിടെ ഉള്ളത് എന്നാണ്. അതാണ് ആദ്യത്തെ വീഴ്ച. രണ്ടാമത്തെ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KCBയുടെ വീഴ്ച ചെറുതാണോ? KCBക്ക് ഈ സർക്കുലർ KCBക്കും പോയിട്ടുണ്ട്. KCB അല്ലേ ഉദ്യോഗസ്ഥരല്ലേ ഇത് കൃത്യമായിട്ട് അറിയേണ്ടത്? എത്ര നാളായിട്ട് അവിടെ ഉണ്ടെന്നേ ഇങ്ങനൊരു തകരഷെഡ്, ഇത്രയും അധികം വൈദ്യുതി കടന്നു പോകുന്ന 440 kV ലൈനാണെന്ന് തോന്നുന്നു. ഇത്രയും ശക്തിയുള്ള വൈദ്യുതി കടന്നു പോകുന്ന ലൈനിനു കീഴെ ഇങ്ങനെയൊരു തകരഷെഡ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അത് കണ്ടില്ല എന്ന് അവിടുത്തെ KCB എഞ്ചിനീയർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഈ സ്കൂളിൽ വന്നിട്ടുണ്ടെന്നേ KCBയുടെ സബ് എഞ്ചിനീയർ കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ ഒരു കുഞ്ഞിന്റെ ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദാ വരുന്നു പോസ്റ്റ്, ദാ വരുന്നു ഇലക്ട്രിക് ലൈൻ. ആ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് KCBക്കും ഇതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. മന്ത്രിക്ക് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നറിയാം. പക്ഷേ ആ ഉത്തരവാദിത്തങ്ങളിൽ അടിസ്ഥാനമായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ സെക്ഷനുകളിൽ അപകടകരമായ വിധം ഇങ്ങനെ കേബിളുകൾ ചാഞ്ഞു നിൽപ്പുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം അതാത് സെക്ഷനുകളിലെ സബ് എഞ്ചിനീയർമാർക്കും ചീഫ് എഞ്ചിനീയർമാർക്കുമുണ്ട്. അത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം KCB മന്ത്രിക്കുണ്ട്. മന്ത്രി കിഷൻകുട്ടിയുടെ ഭാഗത്തു നിന്നും KCBയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു. വീഴ്ച നമ്പർ 2. വീഴ്ച നമ്പർ 3, PTA ഭാരവാഹികൾ ഇതിൽ വളരെ കൃത്യമായിട്ട് അവരുടെ കുഞ്ഞുങ്ങളല്ലേ അവിടെ പഠിക്കുക. അതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി അവർക്ക് കൂടിയില്ലേ? നമ്മൾക്ക് ഏതെല്ലാം വിഷയങ്ങളിൽ പ്രതിഷേധിക്കാം. കോവൂർ കുഞ്ഞുമോനാണ് അവിടുത്തെ MLA എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ ആ MLAക്ക് പോലും ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PTA ഭാരവാഹി പട്ടിക നോക്കുമ്പോൾ PTAയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പഴയ വൈസ് പ്രസിഡന്റാണ്, ഒരു പഴയ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. തേവലക്കര മുൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മറ്റുമാണ് ജോസ് ആന്റണി എന്ന് പറയുന്നത്. കോൺഗ്രസ് ആണ് അദ്ദേഹം എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ അവിടുത്തെ വാർഡ് മെമ്പർ കോൺഗ്രസിന്റെ വാർഡ് മെമ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പാർട്ടിയല്ല വിഷയം, അവിടെയുള്ള വ്യക്തികളാണ് വിഷയം. പാർട്ടി അവിടുത്തെ മാനേജ്മെന്റ് CPMൻ്റെതാണ്, വാർഡ് മെമ്പർ ലാലി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെതാണ്. പക്ഷേ വാർഡ് മെമ്പർ അടുപ്പിക്കലായിരുന്നു എന്നാണ് പറയുന്നത്. ആ മാനേജ്മെന്റ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ഇതര വ്യക്തികളെ ആരും ഈ പറയുന്ന പരിപാടികളിൽ അടുപ്പിക്കലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലാലി നിസ്സഹായല്ലേ? പക്ഷേ ലാലിക്ക് പറയാമായിരുന്നു, നിങ്ങളുടെ സ്വന്തം വാർഡിലുള്ള ഒരു കെട്ടിടം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പഞ്ചായത്ത് അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. മൈനാഗപ്പള്ളി പഞ്ചായത്താണ് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. പക്ഷെ അവിടെയും ഗുരുതരമായ അവസ്ഥയല്ലേ സംഭവിച്ചിരിക്കുന്നത്? പഞ്ചായത്ത് അറിയാതെ ഇങ്ങനെയൊരു കെട്ടിടം എത്ര നാളായിട്ട് അവിടെ നിൽക്കുക?
എത്ര നാളായിട്ട് ആ കെട്ടിടം അവിടെ നിൽക്കുക. അവിടെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്ന രീതിയിൽ വന്നിരിക്കുന്ന അനാസ്ഥ പല തലങ്ങളിലുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥ, അവിടുത്തെ KSEBയുടെ അനാസ്ഥ, പഞ്ചായത്തിൻ്റെ അനാസ്ഥ. ഇങ്ങനൊരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നിട്ടും അതിന് ഏതെങ്കിലും തരത്തിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയോ ചെയ്യാതെ പോയതിലെ വീഴ്ച, PT-യുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച, MLA-യുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഗുരുതര വീഴ്ച, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കൂടാതെയാണ് അധ്യാപകരുടെയും പ്രധാന അധ്യാപകരുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൂടി എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവർ കൃത്യമായ ആ കുഞ്ഞിനോട് മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് പറയുക. ചിഞ്ചുറാണിയെ പോലെയുള്ള മന്ത്രിമാർ ചുരുങ്ങിയ പക്ഷം ഇത്തരം വാചകങ്ങൾ പറയുന്നതെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ആ കുഞ്ഞിൻ്റെ അമ്മുമ്മയുടെ നിലവിളി ഇതുവരെയും നമ്മുടെ കാതിൽ നിന്ന് മായുന്നില്ല. ആ കുഞ്ഞിൻ്റെ അമ്മ കുവൈറ്റിലോ മറ്റോ പോയി കിടക്കുകയാണ്. അവിടെ മറ്റുള്ളവർ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കൂലിപ്പണി എടുക്കുന്ന അച്ഛനും വിദേശത്ത് പോയി കൂലിപ്പണി എടുക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെയും മകന് ഇങ്ങനൊരു ദുർഗതി വരുമ്പോൾ, അതും മിടുക്കനായ ഒരു കുഞ്ഞിന്, ഒരു 13 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഈ ഗതി വരുമ്പോൾ അതൊരു വലിയ വ്യവസ്ഥയുടെ അനാസ്ഥയാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നിർദ്ദേശങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ കരുതലോടു കൂടിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെ സംരക്ഷിക്കാനൊന്നും നിന്നില്ല. അവിടുത്തെ അധ്യാപകരുടെയും അവിടുത്തെ PT-യുടെയും ഒക്കെ ഉത്തരവാദിത്വം തന്നെയല്ലേ എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. കാര്യം അത് എയ്ഡഡ് സ്കൂളാണ്. അവിടെ സർക്കാരിനെ നേരിട്ട് നിയന്ത്രിക്കുന്നതിന് ആ അർത്ഥത്തിൽ ചില പരിമിതികളുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ കൃത്യസമയത്ത് അവിടെ പ്രവർത്തിച്ചിട്ടില്ല. KSEBയുടെ അതേപോലെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഗുരുതരമായ വീഴ്ചയായിട്ട് തന്നെയാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. അത് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിക്കേറ്റ ഒരു ഷോക്കാണ്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഒരു മരണം വേണ്ടി വന്നു ഒരു പോസ്റ്റ് മാറ്റിയിടാനെങ്കിൽ അത്യന്തം അപകടകരമാണ് ഈ സംസ്ഥാനത്തെ ചില വകുപ്പുകളുടെ ഭരണത്തിൻ്റെ അവസ്ഥ. Meet the editors.